ഹായ് ഹലോ എല്ലാവർക്കും പൊന്നേരി സ്വൈപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡയറ്റ് ഡിന്നർ റെസിപ്പിയാണ്. അപ്പം ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കുക. ഇത് കുതിർത്ത പയറാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കുക. ഒരുപാട് വെന്ത് പോകണ്ട. ഈ കാണുന്ന ഈ ഒരു പരുവത്തിൽ എടുക്കുക. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാതിരിക്കാം. പിന്നെ ഒരു പച്ചമുളക് നിങ്ങളുടെ എരിക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ഒരു സവാളയും കൂടിയാണ്. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ സവാളയും ഈ പയറും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രാത്രി ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു പയറിൻ്റെ റെസിപ്പി നല്ലതായിരിക്കും. ഒരു ഹെൽത്തി ഫുഡായിട്ട് കണക്കാക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ഈ പയറും സവാള അരിഞ്ഞതും അതിനകത്തോട്ട് കുറച്ച് ഒലിവ് ഓയിൽ, നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് ഓയിലാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് വേണ്ടത് കുറച്ച് കുരുമുളക്, പിന്നെ ഒരു റെഡ് ചില്ലി സോസാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന റെഡ് ചില്ലി സോസിനകത്ത് കുറച്ച് ടൊമാറ്റോയും കൂടി ആഡ് ആയിട്ടുള്ളതാണ്. അപ്പം ടൊമാറ്റോയുടെ ടേസ്റ്റ് ഇല്ല, പക്ഷേ ആ ഒരു ചില്ലിയുടെ ഫ്ലേവറാണ് ഇതിനുള്ളത്. ഞാൻ എൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഈ സോസാണെങ്കിലും കുരുമുളക് പൊടിയാണെങ്കിലും എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നിങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്നവർക്ക് കുരുമുളക് പൊടിയും റെഡ് ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം മിക്സ് ചെയ്തപ്പം കുറച്ച് കുറഞ്ഞു പോയിരുന്നു. അപ്പം പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടി സോസും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടികളെല്ലാം ചേർക്കുക. പിന്നെ ഇത് ഹെൽത്തി ഡയറ്റായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ രാത്രിയിൽ ഡയറ്റ് എടുക്കുന്നവർക്കറിയാം രാത്രിയിൽ എന്ത് കഴിക്കും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്ത് കഴിച്ചാലും നമുക്ക് സ്റ്റൊമക്ക് അങ്ങോട്ട് ഫുള്ളാകത്തില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കഴിക്കാൻ തോന്നുന്നൊരു ടെൻഡൻസിയൊക്കെ ആയിരിക്കും. ഞാൻ ഡയറ്റ് എടുത്തപ്പോൾ എനിക്ക് അങ്ങനെയാണ്. അപ്പം എന്നെ പോലുള്ളവർക്കുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ പയർ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൊമക്ക് നല്ല ഫുള്ളാവുകയും ചെയ്യും. നമുക്ക് പിന്നീട് കഴിക്കണമെന്നുള്ളൊരു ടെൻഡൻസി തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് 2 ചെറിയ ടൊമാറ്റോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പാഴ്സ്ലി ലീവ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ലീഫൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ലീഫ് പണ്ടൊന്നും ഞാൻ ലീഫൊന്നും അധികം കഴിച്ചിട്ടില്ല. ഞാൻ ഈ കുവൈറ്റ് വന്നതിന് ശേഷമാണ് ലീഫൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പാഴ്സ്ലി ലീവ്സ് ഇഷ്ടമാണ്. പിന്നെ ഈ കുറച്ച് ചില്ലി, ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ ബൈ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.